ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പാസീവ് കമ്പോണൻസ്, അതിലെ റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഭാഗമാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, കമ്പോണൻസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് പാസീവ് കമ്പോണൻസ്, രണ്ട് ആക്റ്റീവ് കമ്പോണൻസ്. പാസീവ് കമ്പോണൻസിന് എനർജി ജനറേറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതായത് they are not capable of processing an electrical signal such as amplification, oscillation and modulation. അവർക്കൊരു ഇലക്ട്രിക്കൽ സിഗ്നലിനെ പ്രോസസ്സ് ചെയ്യാൻ കഴിയില്ല, ആംപ്ലിഫൈ ചെയ്യാൻ കഴിയില്ല. അവർക്ക് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ആക്റ്റീവ് കമ്പോണൻസിന്റെ ആവശ്യമുണ്ട്. Okay. They store or maintain energy in the form of voltage or current. Okay. The behavior of passive components is linear. Example, resistor, capacitor, inductor. Next, active components. Active components എന്ന് പറയുമ്പോൾ they are self-generating source എന്ന് ഞാൻ പറഞ്ഞു. അതായത് they can amplify, oscillate, modulate, etc. They produces energy in the form of voltage or current. So, the behavior will be non-linear. അതിന് എക്സാമ്പിൾസ് ആണ് ട്രാൻസിസ്റ്റേഴ്സും ഡയോഡ്സും. ഓക്കെ, റെസിസ്റ്റേഴ്സ് നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യമാണ്. റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഡിവൈസ് വിച്ച് produces a force opposing charge flow or current in a circuit. ഒരു സർക്യൂട്ടിലെ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു എലമെന്റ് ആണ് റെസിസ്റ്റർ, അല്ലെ? അപ്പോൾ ഈ ഒപ്പോസിങ് ഫോഴ്സിനെ അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് മെഷേർഡ് ഇൻ ഓംസ്. നമുക്ക് സിമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഓംസ് ആയിട്ടാണ് അത് മെഷർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടൊരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ റെസിസ്റ്റൻസിന് ഒരു സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് എ കോളം ഓഫ് മെർക്കുറീസ് റെസിസ്റ്റൻസ് എന്നാണ്. അതായത് നമ്മൾ SI യൂണിറ്റിനൊക്കെ ഓരോ സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ഓരോന്നിനും പറയുന്നത് പോലെ തന്നെ റെസിസ്റ്റൻസിന് പറയുന്ന ഒരു ഡെഫിനിഷൻ ആണ് എ കോളം ഓഫ് മെർക്കുറി റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ ഈ റെസിസ്റ്റന്റ് അല്ലെങ്കിൽ റെസിസ്റ്റീവ് മെറ്റീരിയൽസിന്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് കണ്ടക്ടേഴ്സിനും ഇൻസുലേറ്റേഴ്സിനും ഇടയിലാണ് വരുന്നത്. അപ്പൊ കണ്ടക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം കറണ്ടിനെ അലോ ചെയ്യുന്നു, അതാണ് കണ്ടക്ടൻസ് അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു റെസിസ്റ്റീവ് ആയിട്ടുള്ള ഒരു എലമെന്റ് അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിന്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് കണ്ടക്ടേഴ്സിനും ഇൻസുലേറ്റേഴ്സിനും ഇടയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ് കാർബൺ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഇവിടെ ഫിഗർ കാണാം, ഒരു റെസിസ്റ്റൻസിന്റെ ഒരു സിമ്പൽ കാണാം. ഈ സിമ്പലിനെ ഫിക്സഡ് റെസിസ്റ്റേഴ്സ് എന്നും നെക്സ്റ്റ് സിമ്പലിന് വേരിയബിൾ, ഇവിടെ ഒരു ആരോ വെച്ച് മാർക്ക് ചെയ്തിരിക്കുന്നത് വേരിയബിൾ റെസിസ്റ്റേഴ്സ് എന്നുമാണ്. ഓക്കെ, നമുക്കറിയാം ഫിക്സഡ് റെസിസ്റ്റർ എന്ന് പറയുമ്പോൾ അതൊരു ഫിക്സഡ് വാല്യൂ ആണ്. വേരിയബിൾ റെസിസ്റ്റർ എന്ന് പറയുമ്പോൾ അത് വേരിയിങ് വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. നമുക്ക് റെസിസ്റ്റേഴ്സിനെ പല കൺസ്ട്രെയിൻസ് ബേസ് ചെയ്ത് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ അതിന്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് നേച്ചർ ഓഫ് സപ്ലൈ. അതായത് നമ്മുടെ സർക്യൂട്ടിന് നമ്മൾ കൊടുക്കുന്ന സപ്ലൈയുടെ നേച്ചർ AC ആണോ DC ആണോ എന്നുള്ളത്. അപ്പോ ഒരു DC സപ്ലൈ ആണ് നമ്മൾ ഒരു സർക്യൂട്ടിന് കൊടുക്കണമെങ്കിൽ ഇറ്റ് ഒബേസ് ഓംസ് ലോ. ദാറ്റ് ഇസ് എന്താണ്? വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട്, അല്ലെ? അപ്പോ അതേസമയം AC കമ്പോണന്റ് ആണ്, അല്ലെങ്കിൽ AC സപ്ലൈ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിൽ ഈ പറയുന്നത് റെസിസ്റ്റൻസിന് വേരി വരുന്നത് രണ്ട് ടേംസിനെ ബേസ് ചെയ്താണ്. അതായത് സ്കിൻ എഫക്റ്റും പ്രോക്സിമിറ്റി എഫക്റ്റും. സ്കിൻ എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു കണ്ടക്ടറിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഈ കറണ്ടിന് ഈ കണ്ടക്ടറിന്റെ സർഫസിലൂടെ ഫ്ലോ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അതിനെയാണ് നമ്മൾ സ്കിൻ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ
ആ ഒരു ഫ്ലോ കുറയ്ക്കണമെങ്കിൽ, അതായത് നമുക്ക് അവിടുത്തെ ഈ സ്കിൻ എഫക്റ്റ് കുറയ്ക്കണമെങ്കിൽ, അതായത് റെസിസ്റ്റൻസ് കൂട്ടണമെങ്കിൽ ഈ കണ്ടക്ടറിന്റെ അല്ലെങ്കിൽ വയറിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ റെഡ്യൂസ് ചെയ്യണം. ഇനി സെക്കൻഡ് ആണ് പ്രോക്സിമിറ്റി എഫക്റ്റ്. അതായത് ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് കൂടുതലാണെങ്കിൽ, ഓക്കെ, നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് അനുസരിച്ച് എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ ഈ എ സി കറണ്ട് ഈ കണ്ടക്ടേഴ്സിന് അക്രോസ് ഒരു ലൂപ്പായിട്ട് ഫ്ലോ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കും. അപ്പോ ഇത് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൂപ്പിനെ നമുക്ക് കുറയ്ക്കണമെങ്കിൽ നമ്മൾ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് കൂട്ടണം. അപ്പൊ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് കൂടുന്ന അനുസരിച്ച് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടും. അപ്പൊ സിംഗിൾ കണ്ടക്ടറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കണ്ടക്ടേഴ്സിന്റെ നമ്പർ കൂട്ടുന്നതാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂട്ടാനുള്ള ഒരേ മാർഗം. അപ്പൊ അതുകൊണ്ട് തന്നെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുന്നതുകൊണ്ട് തന്നെ ഈ പറയുന്ന രണ്ട് എഫക്റ്റും നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് അക്കോർഡിംഗ് ടു ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിന്റെ വാല്യൂ അനുസരിച്ച് നമ്മൾ 3 രീതിയിലാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് ലോ റെസിസ്റ്റൻസ്, മീഡിയം റെസിസ്റ്റൻസ്, ഹൈ റെസിസ്റ്റൻസ്. ലോ റെസിസ്റ്റൻസില് റെസിസ്റ്റൻസ് ലെസ് ദാൻ 1 ohm ആണ്, അതായത് ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ്. ഓക്കെ, അതിനിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റെസിസ്റ്റൻസ് ഓഫ് ഫീൽഡ് വൈൻഡിങ് ഓഫ് എ ഡി സി സീരീസ് ജനറേറ്റർ, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഓഫ് ആർമേച്ചർ വൈൻഡിങ് ഓഫ് എ ജനറേറ്റർ. അതായത് ലെസ് ദാൻ 1 ohm വരുന്ന റെസിസ്റ്റൻസിനെ നമ്മൾ ലോ റെസിസ്റ്റൻസ് എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജ് മെഷർമെന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് വൺ മീഡിയം റെസിസ്റ്റൻസ്. മീഡിയം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 ohmനും 100 kilo ohmനും ഇടയിലുള്ള വാല്യൂസിനെയാണ് മീഡിയം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് റെസിസ്റ്റൻസ് ഓഫ് ഫീൽഡ് വൈൻഡിങ് ഓഫ് എ ഡി സി ഷണ്ട് ജനറേറ്റർ ഓർ റെസിസ്റ്റൻസ് ഓഫ് ലോങ് ട്രാൻസ്മിഷൻ ലൈൻ. അപ്പൊ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന മെഷർമെന്റ് മെത്തേഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ വോൾട്ട് മീറ്റർ, അമ്മീറ്റർ മെത്തേഡ്, ഓം മീറ്റർ, പൊട്ടൻഷ്യോമീറ്റർ, ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മീഡിയം റെസിസ്റ്റൻസിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. തേർഡ് വൺ ഹൈ റെസിസ്റ്റൻസ്. ഹൈ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എബവ് 100 kilo ohm. അപ്പൊ ഇതെന്ന് പറയുന്നത് ഹൈ റെസിസ്റ്റൻസ് ആണ്. അതായത് അതുകൊണ്ട് തന്നെ എന്താ റെസിസ്റ്റൻസ് ഓഫ് ഇൻസുലേറ്റർ എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് പറയാം. അതായത് കേബിൾ ഇൻസുലേഷൻസിലും അല്ലെങ്കിൽ ഏതൊക്കെ ട്രാൻസ്മിഷൻ ലൈൻ ഉണ്ടോ അവിടെയൊക്കെ എവിടെയൊക്കെ ഇൻസുലേഷൻസ് ആവശ്യമുണ്ടോ അവിടെയെല്ലാം ഈ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ എബവ് 100 kilo ohmനെ മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് മെഗർ ആണ്. മെഗാ ഓം മീറ്റർ. ഓക്കെ, അപ്പം ഓർക്കുക 3 ടൈപ്പ് റെസിസ്റ്റൻസ് ഉണ്ട്. ലോ, മീഡിയം, ഹൈ. ലോ എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 1 ohm, മീഡിയം എന്ന് പറയുമ്പോൾ ഇൻ ബിറ്റ്വീൻ 1 ohm ആൻഡ് 100 kilo ohm, ഹൈ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ 100 kilo ohm. അപ്പൊ ഓർക്കുക ഈ വാല്യൂസിന്റെ റേഞ്ചും ഈ മെഷർമെന്റ് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സിന്റെ പേരുകളും നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർക്കുക. എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കാവുന്ന ഒരു ചോദ്യം. നെക്സ്റ്റ് ഇസ് ലോ ഓഫ് റെസിസ്റ്റൻസ്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിന്റെ ലെങ്ത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും ഏരിയക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയെന്ന് കേട്ടിട്ടുണ്ട് നമ്മൾ. അതിനെയാണ് നമ്മൾ ലോ ഓഫ് റെസിസ്റ്റൻസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ R is equal to rho into L by A, in which L is the length of the conductor, A is the cross-sectional area of the conductor, and rho is called resistivity. Rho എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. ഈ റോ ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് മെറ്റീരിയൽ. ഓക്കെ, ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി നമുക്ക് എന്ത് വെച്ച് പറയാം? ഈ റോ വെച്ചിട്ട് പറയാം. അല്ലെങ്കിൽ മെറ്റീരിയലിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഈ റോ വെച്ചിട്ട് പറയാൻ സാധിക്കും. നെക്സ്റ്റ് റെസിസ്റ്റിവിറ്റി ഓർ സ്പെസിഫിക് റെസിസ്റ്റൻസ്. നമ്മൾ റെസിസ്റ്റിവിറ്റിനെ പറയുന്ന മറ്റൊരു പേരാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ്.
അത് ഡിഫൈൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ 1 meter ലെങ്ത് വയർ ഹാവിംഗ് an area of cross section of 1 meter square. അതായത് നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷനിൽ R is equal to rho L by A എന്ന് പറയുന്ന ഈ ഇക്വേഷനിൽ L equal to 1 A equal to 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് സംഭവിക്കും? R equal to rho എന്നാവും അല്ലെ? അതിനെയാണ് നമ്മൾ എന്താ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 1 meter ലെങ്ത്തും 1 meter സ്ക്വയർ ഏരിയയും ഉള്ള ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ആണ് റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ റോ. ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം മീറ്റർ ആണ്. ഓക്കെ, ഇനി നിങ്ങൾ ഈ റൈറ്റ് സൈഡിലുള്ള ടേബിൾ നോക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ഞാൻ കൊടുത്തിരിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ മെറ്റീരിയൽസും അതിന്റെ റെസിസ്റ്റിവിറ്റിയും ടെമ്പറേച്ചർ കോഎഫിഷ്യന്റും ഒക്കെയാണ്. അപ്പൊ ഇതിന്റെ വാല്യൂസ് നമ്മൾ എല്ലാത്തിനെയും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എസ്പെഷ്യലി കോപ്പർ, നിക്രോം ഇങ്ങനെയുള്ളതിന്റെയൊക്കെ ഈ റെസിസ്റ്റിവിറ്റി വാല്യൂസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. PSC എക്സാംസിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. സിൽവർ, കോപ്പർ, നിക്രോം, അതേപോലെ ഇൻസുലേറ്ററിന്റെ റേഞ്ച് ഇതൊക്കെ ചോദിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്നത്, ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. കണ്ടക്ടേഴ്സിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് 10⁻⁻8 ഓം മീറ്റർ ആണ്. ഇൻസുലേറ്റേഴ്സിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് 10⁻12 ഓം മീറ്റർ. സെമി കണ്ടക്ടേഴ്സ് 10⁻⁻4 to 10⁻4 ഓം മീറ്റർ. അപ്പൊ നമുക്കിപ്പോ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കി ഇപ്പൊ നമുക്ക് വാല്യൂസ് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഈ പറയുന്ന റേഞ്ചിലാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും കണ്ടക്ടർ ആണോ, ഇൻസുലേറ്റർ ആണോ, സെമി കണ്ടക്ടർ ആണോ. പിന്നെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഇത് ഏത് ടൈപ്പ് മെറ്റീരിയൽ ആണെന്ന് നോക്കിയാൽ പോരെ. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റും ഓപ്ഷൻസ് അതുപോലെ ആണെങ്കിൽ. ഓക്കെ, അപ്പോ ഈ വാല്യൂസ് മറക്കാതിരിക്കുക. 10⁻⁻8, 10⁻12, 10⁻⁻4 to 10⁻4. ഇത് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുമുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കണ്ടക്ടൻസ്. കണ്ടക്ടൻസ് ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് റെസിസ്റ്റൻസിന്റെ ഒരു ഓപ്പോസിറ്റ് ആണ് കണ്ടക്ടൻസ് ചെയ്യുന്നത് അല്ലെ. റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്നു, അതായത് ഫ്ലോ ചെയ്യാൻ സമ്മതിക്കുന്നില്ല. കണ്ടക്ടൻസ് എന്ന് പറയുമ്പോൾ ഇൻഡ്യൂസ്മെന്റ് ടു കറണ്ട് ഫ്ലോ ആണ്. കണ്ടക്ടൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആണ്. കണ്ടക്ടൻസിനെ G എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. G ഈക്വൽ ടു 1/R. യൂണിറ്റ് പറയുന്നത് മോ, അതായത് ഓമിനെ തിരിച്ചിടുന്നു മോ. അപ്പോ അതായത് 1 റെസിസ്റ്റൻസ് എന്നാണ്, 1 ഓം. അപ്പൊ ഓം ഇൻവേഴ്സ് എന്ന് പറയാം. അതല്ലാണ്ട് പറയുന്ന മറ്റൊരു പേരാണ് സീമെൻസ്, S. ഓക്കെ, ഇനി കണ്ടക്ടൻസിന്റെ പ്രോപ്പർട്ടിയാണ് എന്ത്? കണ്ടക്ടിവിറ്റി, ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത്. അപ്പൊ അതും എന്താണ്? റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ ആണ്. സിഗ്മ ഇസ് ഈക്വൽ ടു 1/ρ. അപ്പൊ യൂണിറ്റ് വരുന്നത് മോ പെർ മീറ്റർ, അതായത് ഓം ഇൻവേഴ്സ് പെർ മീറ്റർ അല്ലെങ്കിൽ സീമെൻസ് പെർ മീറ്റർ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ടേബിൾ പോലെ തന്നെ കണ്ടക്ടിവിറ്റിയുടെ ഒരു ഓർഡർ എന്ന് പറയുന്നത് മെറ്റൽസ് ആണെങ്കിൽ 10⁻7 മോ പെർ മീറ്റർ ആണ്. ഓക്കെ, മെറ്റൽസിന്റെ കണ്ടക്ടിവിറ്റിയുടെ ഓർഡർ എന്ന് പറയുന്നത് 10⁻7 മോ പെർ മീറ്റർ ആണ്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാം. ഇനി നെക്സ്റ്റ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. ഓക്കെ, അതായത് ഇത് ആൽഫ എന്ന് റെപ്രസെന്റ് ചെയ്യും. ഈ ആൽഫ എന്ന് പറയുന്നത് ഇറ്റ്സ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റെസിസ്റ്റൻസ് വിത്ത് ടെമ്പറേച്ചർ. അതായത് ടെമ്പറേച്ചർ അനുസരിച്ച്, ടെമ്പറേച്ചർ കൂട്ടുന്നത് അനുസരിച്ച് റെസിസ്റ്റൻസിന് എന്തോരം ചേഞ്ച് വരുന്നു എന്നുള്ളതിനെ ഡിഫൈൻ ചെയ്യുന്നതാണ് ഈ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. സപ്പോസ് നമ്മുടെ കയ്യിലൊരു കണ്ടക്ടർ ഉണ്ട്, അതിന്റെ റെസിസ്റ്റൻസ് R0 ആണ് എന്ന് വിചാരിക്കുക. അതായത് R0 വിച്ച് മീൻസ് റെസിസ്റ്റൻസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. 0 ഡിഗ്രി സെൽഷ്യസിൽ R0 എന്നും
T ഡിഗ്രി സെൽഷ്യസിൽ RT ആണ് റെസിസ്റ്റൻസ് എന്നും വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ റൈറ്റ് സൈഡിലോട്ട് നോക്കൂ. RT is equal to R0 into 1 plus alpha T. ഓക്കെ, അതായത് R0 ഇന്ന് ടെമ്പറേച്ചർ കൂടുന്ന അനുസരിച്ച് RT എത്തുന്നത് ഏത്? ഈ ഇക്വേഷൻ ത്രൂ ആണ് RT വരുന്നത്. അപ്പൊ ഇതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് അവസാനം ആൽഫയിലേക്ക് എത്തിക്കുമ്പോൾ ആൽഫ is equal to ഡെൽറ്റ R by R0 into T. ഡെൽറ്റ ആർ എന്ന് പറയുന്നത് എന്താണ്? ഈ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ്, അതായത് റെസിസ്റ്റൻസ് അറ്റ് T ഡിഗ്രി സെൽഷ്യസ് മൈനസ് റെസിസ്റ്റൻസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പൊ ഇതിനെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നോക്കൂ, നമുക്ക് എന്ത് പറയാം? ആക്ച്വലി ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ്, അപ്പൊ ഒരു ഇൻക്രീസ് ആണ് അവിടെ അല്ലെ? ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഇൻക്രീസ് ആണ് സംഭവിക്കുന്നത്. അപ്പൊ ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ് പെർ ഓം ഒറിജിനൽ റെസിസ്റ്റൻസ് പെർ ഡിഗ്രി സെൽഷ്യസ് റൈസ് ഇൻ ടെമ്പറേച്ചർ. ഇതാണ് ഒറിജിനൽ ഡെഫിനിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ അനുസരിച്ചിട്ടുള്ള ഡെഫിനിഷൻ ഇതാണ്. ഇത് PSC ചോദിച്ചിട്ടുള്ളതാണ്. ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ് പെർ ഓം ഒറിജിനൽ റെസിസ്റ്റൻസ് പെർ ഡിഗ്രി സെൽഷ്യസ് റൈസ് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ, ഇനി ഈ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്നുള്ള ഒരു വാല്യൂ ഒരു മെറ്റീരിയലിനെ എടുക്കുകയാണെങ്കിൽ അത് കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ? ആ മെറ്റീരിയലിന്റെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അത് കോൺസ്റ്റന്റും ആയിരിക്കും. ഇനി അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഇക്വേഷനിലോട്ട് വീണ്ടും നോക്കൂ. ആൽഫ ഇസ് ഈക്വൽ ടു ഡെൽറ്റ R by R0 T. അപ്പൊ ഇവിടെ ആറിന്റെയും ഡെൽറ്റ ആറിന്റെയും R0യും എന്താണ്? യൂണിറ്റ് സെയിം ആണ്. ഇപ്പൊ അവിടെ ആകെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ടെമ്പറേച്ചറിനെ മാത്രമേ യൂണിറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ യൂണിറ്റ് എന്ന് പറയുന്നത് 1 by ഡിഗ്രി സെൽഷ്യസ്. ഇതേപോലെ തന്നെ റെസിസ്റ്റിവിറ്റിനെയും, അതായത് റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും ഒരേ ഡിപ്പെൻഡൻസി ആണ് അല്ലെ? റെസിസ്റ്റിവിറ്റിയും എന്ത് സംഭവിക്കുന്നു? ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്നു. അതിനുള്ള ഇക്വേഷൻ ആണ് റോ ടി ഇസ് ഈക്വൽ ടു റോ 0 into 1 plus alpha T minus T0. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ഓൺ റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിനെ മെറ്റീരിയൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മെറ്റീരിയൽ അനുസരിച്ച് റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ എഫക്റ്റ് ആണ് പറയുന്നത്. അതായത് പ്യുവർ മെറ്റൽസ് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്ന അനുസരിച്ച് റെസിസ്റ്റൻസ് കൂടും. ഓക്കെ, പ്യുവർ മെറ്റൽസ് ആണെങ്കിൽ. അപ്പോ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു എഫക്റ്റിനെ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ PTC എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഒരു മെറ്റീരിയല് ഇലക്ട്രോലൈറ്റോ ഇൻസുലേറ്റേഴ്സോ സെമി കണ്ടക്ടേഴ്സോ ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്ന അനുസരിച്ച് റെസിസ്റ്റൻസ് കുറയും. അതിനെ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് NTC എന്ന് പറയും. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് ഗ്ലാസ്, മൈക്ക, റബ്ബർ, ജെർമേനിയം, സിലിക്കൺ. നമുക്കറിയാം ഇൻസുലേറ്റേഴ്സും കണ്ടക്ടേഴ്സും ഇലക്ട്രോലൈറ്റ്സും ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും എന്തായിരിക്കും കാണിക്കുന്നത്, എക്സിബിറ്റ് ചെയ്യുന്നത് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ്. നെക്സ്റ്റ് അലോയ്സ്. അലോയ്സിന്റെ കേസിലാണെങ്കിൽ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ്, പക്ഷെ വളരെ ചെറുതും ഇറഗുലറും ആയിട്ടുള്ള ഒരു ചേഞ്ച് അവിടെ എക്സിബിറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ ഈ PTCയും NTCയും ഓർക്കുക. അത് വെച്ചിട്ട് മെറ്റീരിയൽ മാറുന്നതനുസരിച്ച് ഈ PTCയും NTCയും എന്നുള്ള ഒരു പ്രോപ്പർട്ടിക്ക് ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് എഫക്ട് ഓഫ് റെസിസ്റ്റൻസ് ഓൺ സ്ട്രെച്ചിങ് ആൻഡ് കംപ്രഷൻ ഓഫ് കണ്ടക്ടർ. നമ്മൾ സാധാരണ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ പ്രോബ്ലം ചെയ്യുന്നതിന് റെസിസ്റ്റൻസ് വാല്യൂ കണ്ടുപിടിക്കാൻ അറിയാവുന്ന ഒരു ഇക്വേഷൻ ആണ് R is equal to rho L by A. അപ്പൊ അവിടെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ സാധാരണ ചോദിക്കും ലെങ്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസിന് എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഏരിയ കുറയുമ്പോൾ റെസിസ്റ്റൻസിന് എന്ത് സംഭവിക്കുന്നു. അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ,
അപ്പൊ അതൊരു നോർമൽ കൺസെപ്റ്റ് ആണ്, പ്രൊപ്പോർഷണാലിറ്റി വെച്ച് പറയാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് ആണ്. സെക്കൻഡ് ടൈപ്പ് ചോദിക്കാവുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, അതായത് ഒരു വയറിനെ സ്ട്രെച്ച് ചെയ്യുന്നു അല്ലെങ്കിൽ കംപ്രസ് ചെയ്യുന്നു, അപ്പൊ റെസിസ്റ്റൻസിന് എന്ത് സംഭവിക്കും? അപ്പൊ ഈ സ്ട്രെച്ചിങ്, അതായത് വലിച്ചു നീട്ടുക അല്ലെ, വലിച്ചു നീട്ടുമ്പോൾ നമുക്ക് എന്താണ് ആ ഒരു വയറിന് സംഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരു വയറിനെ വലിച്ചു നീട്ടുകയാണ്, അപ്പൊ എന്ത് സംഭവിക്കും? ഈ വയറിന് മാറ്റങ്ങൾ വല്ലതും വരുന്നുണ്ടോ? ഇതിന്റെ ഒരു വോളിയത്തിന് മാറ്റം വല്ലതും വരുന്നുണ്ടോ? ഇല്ല, വോളിയത്തിന് വേറെ മാറ്റങ്ങൾ ഒന്നും വരുന്നില്ല. അപ്പൊ സ്ട്രെച്ച് ചെയ്താലും കംപ്രസ് ചെയ്താലും ഇതിന്റെ കൺസെപ്റ്റ് എന്താന്ന് പറഞ്ഞാൽ ഇത് എന്ത് ചെയ്താലും ഈക്വൽ വോളിയമാണ്. അപ്പൊ ഓർക്കുക, ഇത് കൺഫ്യൂഷൻ വരരുത്. ക്വസ്റ്റ്യനില് സ്ട്രെച്ച്, കംപ്രഷൻ എന്നൊക്കെ ഒരു വാക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈക്വൽ വോളിയം കൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ ഫസ്റ്റ് കൺസെപ്റ്റ് സ്ട്രെച്ചിങ്. സ്ട്രെച്ചിങ്ങില് നമ്മള് ലെങ്ത് n ടൈംസ് കൂട്ടുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ലെങ്ത് n ടൈംസ് കൂട്ടുമ്പോൾ ഇവിടെ ഏരിയ 1/n ടൈംസ് ആയിട്ട് കുറയും. അതായത് ഇവിടെ വോളിയം ഈക്വൽ ആണ് അല്ലെ, വോളിയം എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ V1 is equal to V2 എന്ന് പറയണത് A1L1 ഇൻറ്റു A2L2. അപ്പൊ ഇത് രണ്ടും കോൺസ്റ്റന്റ് ആവണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഒന്ന് കൂടുമ്പോ മറ്റേത് കുറയണം, എന്നാലേ വോളിയം കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുള്ളൂ. അപ്പൊ ലെങ്ത് n ടൈംസ് സ്ട്രെച്ച് ചെയ്യാന്ന് പറയുമ്പോൾ ഏരിയ ഇസ് റെഡ്യൂസ്ഡ് ടു 1/n ടൈംസ്. അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസ് ഇസ് ഇൻക്രീസ്ഡ് ബൈ n സ്ക്വയർ ടൈംസ്. ഓക്കെ, ഇനി കംപ്രഷൻ. കംപ്രഷൻ വരുമ്പോൾ ലെങ്ത് കുറയുക, നമ്മൾ ചുരുക്കുകയാണ് അല്ലെ. ലെങ്ത് കുറയുമ്പോ എന്ത് സംഭവിക്കുന്നു? 1/n ടൈംസ് ലെങ്ത് കംപ്രസ് ചെയ്യുമ്പോൾ n ടൈംസ് ഏരിയ കൂടുന്നു. ഓക്കെ, അങ്ങനെ വരുമ്പോ റെസിസ്റ്റൻസ് എന്ന് പറയണത് 1/n സ്ക്വയർ ടൈംസ് എന്ത് സംഭവിക്കുന്നു? 1/n സ്ക്വയർ ടൈംസ് ഡിക്രീസ് ചെയ്യുന്നു അല്ലെ. കംപ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഡിക്രീസ് ആണ് നടക്കേണ്ടത് അവിടെ അല്ലെ. ഓക്കെ, അപ്പം സ്ട്രെച്ച് ചെയ്യുമ്പോൾ n ടൈംസ് ലെങ്ത് സ്ട്രെച്ച് ചെയ്യുമ്പോൾ n സ്ക്വയർ ടൈംസ് റെസിസ്റ്റൻസ് കൂടുന്നു. 1/n ടൈംസ് ലെങ്ത് കംപ്രസ് ചെയ്യുമ്പോൾ 1/n സ്ക്വയർ ടൈംസ് റെസിസ്റ്റൻസ് കുറയുന്നു, ഡിക്രീസ് എന്നാണ് കേട്ടോ. ഓക്കെ,